ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് നമുക്ക് സാവകാശം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വചനം നാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ അക്ഷരീകമായ ജീവിതകാലത്ത് കർത്താവിൻ്റെ അരികിൽ വന്ന ഏതൊരു മനുഷ്യനും ഏതൊരു ആവശ്യമായി കടന്നു വന്നോ കർത്താവ് അവരുടെ എല്ലാം ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്ന ആരും വെറുങ്കൈയായി വന്നതുപോലെ മടങ്ങിപ്പോകേണ്ടി വന്നിട്ടില്ല. ആവശ്യക്കാരായി വന്നവർക്ക് അനേക രോഗികൾ കർത്താവിൻ്റെ അരികിൽ വന്ന് സൗഖ്യം പ്രാപിച്ചു. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു രോഗി സൗഖ്യമാകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബേഥസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്, അതിന് 5 മണ്ഡപമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബേഥസ്ത എന്ന പേരുള്ള ഒരു കുളമുണ്ട്, അതിന് 5 മണ്ഡപമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവാലയത്തിലേക്ക് യാഗമൃഗങ്ങളെ കൊണ്ടുപോകുന്ന വാതിലാണ് ആട്ടുവാതിൽ. ആ വാതിലിനോട് ചേർന്ന് ഒരു കുളമുണ്ട്, അതിന് ബേഥസ്ത എന്നാണ് പേര്. ബേഥസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ വീട് എന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ കുളത്തിന് 5 മണ്ഡപമുണ്ട് എന്നാണ് നാം വായിച്ച് കേട്ടത്. ഇന്നത്തെ രീതിയിൽ നമുക്ക് അറിയാം, 5 സ്ഥലത്ത് കൽപ്പടവുകൾ കെട്ടിയ അല്ലെങ്കിൽ 5 സ്ഥലത്ത് നിന്ന് മനുഷ്യന് അനായാസം ഇറങ്ങുവാൻ സൗകര്യമുള്ള 5 മണ്ഡപങ്ങളുള്ള കുളമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് വായിക്കാം. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ആ കുളത്തിൻ്റെ കരയിൽ ധാരാളം ആളുകൾ കിടക്കുന്നുണ്ട്. നാളുകളായി കിടക്കുന്നവരുണ്ട്. എന്നാൽ ആരോഗ്യമുള്ളവരോ ഈ ഭൂമിയിൽ സൗന്ദര്യമോ സാവകാശമോ പ്രിയപ്പെട്ടവരെ ജീവിത സൗകര്യങ്ങളോ ഉള്ളവരൊന്നുമല്ല അവിടെ കിടക്കുന്നത്. പിന്നെയോ അവിടെ ധാരാളം രോഗികളാണ്. വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നു. അവരൊരു കുളത്തിൻ്റെ കരയിൽ നാളുകളായി പാർത്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരെല്ലാവരും അവരുടെ ശാരീരികമായി എന്തെങ്കിലും രോഗങ്ങളുള്ളവരാണ്, ബലഹീനതകളുള്ളവരാണ്, പോരായികകളുള്ളവരാണ്. ആ രോഗികളാണ് ആ കുളത്തിൻ്റെ 5 മണ്ഡപങ്ങളിലും തിങ്ങി പാർത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നാളുകളായി അനേകർ അവിടെ പാർത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാം. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. ദൈവത്തിൻ്റെ സ്തോത്രം. അതൊരു സാധാരണ കുളമായിരുന്നില്ല. ആ കുളത്തിൻ്റെ പ്രത്യേകതയാണ്, അതത് സമയത്ത് ഒരു ദൂതൻ ആ കുളത്തിലെ വെള്ളം കലക്കും. ആ കുളത്തിലെ വെള്ളം കലങ്ങുമ്പോൾ ആ കുളത്തിലേക്ക് ആദ്യം ഇറങ്ങുന്ന രോഗി, അവൻ എന്ത് രോഗമാണെങ്കിലും അവൻ സൗഖ്യം പ്രാപിക്കും. അതാണ് ആ കുളത്തിൻ്റെ പ്രത്യേകത. രോഗസൗഖ്യം ലഭിക്കുന്ന കുളമാണ്. അത് ആശ്രയമുള്ള കുളമാണ്. അനേകർ പ്രതീക്ഷയോടെ അതിൻ്റെ കരകളിൽ തമ്പടിച്ച് കിടക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ കുളത്തിലെ വെള്ളം കലങ്ങുന്നത് കാത്ത് അനേക രോഗികൾ അതിൻ്റെ കരയിൽ പാർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ കുളത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ സ്തോത്രം. എപ്പോഴാണ് ആ ദൂതൻ വെള്ളം കലക്കുന്നത് എന്ന് നോക്കിയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഒന്നാമത് ഇറങ്ങുന്നവനാണ് സൗഖ്യം പ്രാപിക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ കുളത്തിൻ്റെ കരയിൽ അനേക വർഷങ്ങളായി കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. വായിച്ചോ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച ഒരു മനുഷ്യൻ ആ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നുണ്ട്. അനേക വർഷങ്ങളായി അവൻ ആ കുളത്തിൻ്റെ കരയിൽ പാർക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ അവനെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, സൗഖ്യം പ്രാപിക്കണമെന്ന്. 38 ആണ്ടായി രോഗം ബാധിച്ച മനുഷ്യൻ ആ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അനേക വർഷങ്ങളായി, ഇത്രയും വർഷം ഒരു മനുഷ്യൻ ആ കുളത്തിൻ്റെ കരയിൽ രോഗസൗഖ്യത്തിനായി കിടന്നു എന്ന് നാം വായിക്കുന്നു. ആ കുളം കലങ്ങുമ്പോഴൊക്കെയും ഇറങ്ങുന്നവർക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചാൽ എത്രയോ രോഗികൾ ആ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ച് സന്തോഷത്തോടെ ആരോഗ്യ
ആരോഗ്യത്തോടെ അവർ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടാകും. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവൻ കാണുകയാണ് അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ച് കടന്നുപോയത്. ദൈവത്തിൻ്റെ സ്തോത്രം. മാനുഷികമായ ബുദ്ധിയിൽ ചിന്തിച്ചാൽ അവന് നിരാശ വരാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത്രയും വർഷമായിട്ടും എനിക്ക് ആ കുളത്തിലൊന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല, എനിക്ക് സൗഖ്യമാകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു മാനസിക അവസ്ഥയിലായിരിക്കണം അവനവിടെ കിടക്കുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, അവനവിടെ നിന്ന് മടങ്ങിപ്പോകാതെ കിടന്നത് നന്നായി. കാരണം ഒരു ദിവസം യേശു ആ കുളത്തിൻ്റെ അരികിലേക്ക് വരികയാണ്. കർത്താവായ യേശു ഈ അനേക രോഗികൾ തമ്പടിച്ച് കിടക്കുന്ന ആ കുളത്തിൻ്റെ അരികിലേക്ക് വന്നു. നാം വായിക്കുന്നുണ്ട്, 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ കർത്താവായ യേശു ക്രിസ്തു അവനെ കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. ഏറിയ കാലമായി കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നുവെന്ന് അറിഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് അവനെ കണ്ടു, അവനെ അറിഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിന് മനസ്സിലായി ഇവൻ ഏറിയ കാലമായി കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന ഒരു നിസാരനായ മനുഷ്യനാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് അവൻ്റെ ജീവിതത്തിൽ ഭാഗ്യ ദിവസമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം ഈ ഭൂമിയിൽ അവൻ അനേകരെ കണ്ടിട്ടുണ്ട്. ആ കുളത്തിൻ്റെ അരികിൽ കിടക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അവൻ ആ ദൈവാലയത്തിലേക്ക് പോകുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നവരെ കണ്ടിട്ടുണ്ടാകാം. മഹാപുരോഹിതന്മാരെ കണ്ടിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരെ കണ്ടിട്ടുണ്ടാകാം. പലവിധമായ രോഗികളെ അവൻ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ അവൻ അന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ അവൻ കണ്ടുമുട്ടുകയാണ്. നാം വായിക്കുന്നുണ്ട്, യേശു അവനെ കണ്ടു. അവൻ ഏറിയ കാലമായി ഇവിടെ കിടക്കുന്നുവെന്ന് കർത്താവ് അറിഞ്ഞു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു അവനെ കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു ക്രിസ്തു അവനെ വ്യക്തിപരമായി കണ്ടു. ഈ ഭൂമിയിൽ ആരും കണ്ടതുപോലെയല്ല കർത്താവ് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യേശുവിൻ്റെ കണ്ണ് ആർദ്രതയുള്ള മനസ്സലിവുള്ള കണ്ണാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ നോട്ടം മനസ്സലിവ് നിറഞ്ഞതാണ്. നമുക്ക് വായിക്കാം, ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ നാം കാണുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു മനസ്സലിഞ്ഞു എന്ന്. വായിക്കാം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ നയീനിലെ വിധവ തൻ്റെ മകൻ്റെ ശവമഞ്ചത്തോട് ചേർന്ന് ദുഃഖിച്ച് കരഞ്ഞ് വിലാപയാത്രയിൽ പങ്കുചേർന്ന് പോകുമ്പോൾ കർത്താവ് അവളെ കണ്ടു, മനസ്സലിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു ആ സ്ത്രീയെ കണ്ട് മനസ്സലിഞ്ഞു. അവളോട് പറഞ്ഞു, നീ കരയേണ്ട എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശു ക്രിസ്തു കർത്താവ് മനുഷ്യനെ നോക്കി ആർദ്രതയോടെ മനുഷ്യൻ്റെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ ആയിരിക്കുന്ന അവസ്ഥയിൽ അറിഞ്ഞുകൊണ്ട് കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ നീ കരയണ്ട എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു അവളെ കണ്ടു, മനസ്സലിഞ്ഞു, കരയണ്ട എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ നയീൻ്റെ പട്ടണത്തിലൂടെ നടന്നുപോയ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. അവൻ ഇന്നും മനുഷ്യനോട് ഇടപെടുന്നവനാണ്. മനുഷ്യൻ്റെ വേദനകൾ കാണുന്നവനാണ്. മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ അറിയുന്നവനാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നവനായ ദൈവം. ദൈവത്തിൻ്റെ സ്തോത്രം. അവനവളെ കണ്ടു, മനസ്സലിഞ്ഞു, കരയേണ്ട എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു കാണുന്നവനാണ്. യേശു മനസ്സലിവോടെ നോക്കുന്നവനാണ്. യേശു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നവനാണ്. വായിക്കാം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. പൊക്കത്തിൽ കുറിയവനായ സക്കായി അത്തിമരത്തിൻ്റെ കീഴിൽ ആ വൃക്ഷത്തലപ്പുകളുടെ മറവിൽ എന്നെ ആരും കാണണ്ട, എന്നാൽ എനിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്നുള്ള ആ ദാഹത്തോടെ ആ മരത്തലപ്പുകളുടെ മറവിൽ മറഞ്ഞിരുന്നു. എന്നാൽ യേശു ആ അത്തിയുടെ കീഴിൽ വന്നപ്പോൾ യേശു നിന്നു. അവൻ മേലോട്ട് നോക്കി വിളിക്കുകയാണ്, സക്കായിയെ, വേഗം
ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ നോട്ടം അത് ആർദ്രതയുള്ളതാണ്, മനസ്സിലുള്ളതാണ്, മനുഷ്യനെ സ്നേഹിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു കണ്ടു ഉള്ളം നൊന്തു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ നോട്ടം പ്രിയപ്പെട്ട മനുഷ്യൻ്റെ നോട്ടം പോലെയല്ല, അത് ദിവ്യമായ ദർശനമാണ്. യേശുവിൻ്റെ നോട്ടം ഒരു മനുഷ്യൻ്റെ മേൽ പതിയുക എന്നുള്ളത്. എല്ലാ മനുഷ്യ ജീവിതത്തെയും മനസ്സിലാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് മനുഷ്യനെ അറിയുന്നു, മനുഷ്യനെ നോക്കുന്നു. നാം വായിച്ചു കേട്ടു, ആ കുളത്തിൻ്റെ കരയിൽ കിടന്ന 38 ആണ്ട് രോഗം ബാധിച്ച് കിടന്ന മനുഷ്യനെ യേശു കണ്ടു, യേശു അവനെ അറിഞ്ഞു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള മനുഷ്യൻ എപ്പോഴും നോക്കേണ്ടത് ഉയരത്തിലേക്കാണ്. മനുഷ്യൻ്റെ കണ്ണ് എപ്പോഴും സ്വർഗത്തിലേക്ക്, ഉയരത്തിലേക്ക്, അത്യുന്നതനായ ദൈവത്തെങ്കിലേക്കാണ് നമ്മുടെ ദൃഷ്ടി ഉയർത്തേണ്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ മാത്രം നോക്കി നാം നിരാശപ്പെട്ടു പോകേണ്ടവരല്ല. 34-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഭൂമിയിൽ നാം ആശ്രയം വെച്ച്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയം വെച്ച് നിരാശപ്പെട്ടു പോകേണ്ടവരല്ല. പിന്നെയോ നമ്മുടെ ദൃഷ്ടി ഉയരത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഉയർത്തേണ്ടവരാണ് നാം. ദൈവത്തിൻ്റെ സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. 123-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളോവേ, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളോവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദൈവമക്കളെ, നമ്മുടെ കണ്ണ് എപ്പോഴും ഉന്നതങ്ങളിലേക്ക്, അത്യുന്നതനായ ദൈവത്തെങ്കിലേക്ക്, നമ്മെ സഹായിപ്പാൻ കഴിയുന്ന അത്യുന്നതനായ ദൈവത്തെങ്കിലേക്കാണ് നാം നോക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൃഷ്ടി ഉയരത്തിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവ് ആ കുളക്കരയിൽ കിടന്ന ആ മനുഷ്യനെ കണ്ടു, അവനെ അറിഞ്ഞു. എന്ത്? അവൻ ഏറിയ നാളുകളായി അവിടെ കിടക്കുന്നുവെന്ന് കർത്താവ് കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവനോട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. വായിക്കാം. യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവനോടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. മാനുഷിക ബുദ്ധികൾ ചിന്തിച്ചാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നത്? അനേക വർഷങ്ങളായി അവൻ ആ കുളക്കരയിൽ കിടക്കുകയാണ്. എന്തിനു വേണ്ടി? സൗഖ്യം പ്രാപിക്കുവാൻ, സൗഖ്യം ലഭിക്കണമെന്നുള്ള പ്രതീക്ഷയോടെ അവൻ ആ കുളക്കരയിൽ കിടക്കുകയാണ്. ആ മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ചോദിച്ച ചോദ്യത്തിനല്ല അവൻ ഉത്തരം പറയുന്നത്. വായിക്കാം. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. പ്രിയപ്പെട്ടവരെ, അവൻ ഒരു പരാതിയാണ്, അല്ലെങ്കിൽ ഒരു ആവലാതിയാണ് അവൻ പറഞ്ഞത്. യജമാനെ, ഈ കുളം കലങ്ങുമ്പോൾ എന്നെ ഈ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ തിരുവചനത്തിൽ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട്. ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനുഷ്യൻ തക്കതായ മറുപടിയല്ല പറയുന്നത്, മറുചോദ്യമാണ് പലപ്പോഴും മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ഉടനെ നിക്കോദീമോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, ഈ വൃദ്ധനായ, അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള ഞാൻ ഇനി അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വീണ്ടും ഇനി ജനിക്കുന്നത് എങ്ങനെയാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മറുചോദ്യം ചോദിക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധി. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവിക ആലോചനയ്ക്ക് കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്ത മനുഷ്യൻ്റെ ബുദ്ധി. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ശമരിയക്കാരി സ്ത്രീ ആ കുളക്കരയിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടി. ദൈവമക്കളെ, കർത്താവോട് പറഞ്ഞു, ഒരിക്കലും ദാഹിക്കാത്ത ജീവനുള്ള വെള്ളം ഞാൻ നിനക്ക് തരാം. അതിനൊരു കാര്യം ചെയ്താൽ മതി, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് യേശു അവളോട് പറയുമ്പോൾ അവൾ പെട്ടെന്ന് വിഷയം മാറ്റി. നീ ഒരു പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ വിഷയം മാറ്റി. എന്ത്? ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങൾക്ക് ആരാധനയുള്ളവരാണ്, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആരാധനയുണ്ടായിരുന്നു എന്നാണ് അവൾ
ചാടി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നതല്ല മനുഷ്യൻ പറയുന്ന മറുപടികൾ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് പലരോടും യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവദിനത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ അനേകർ ചോദിക്കുന്ന മറുചോദ്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നയാളുടെ വീട്ടിൽ ജീവിച്ചിട്ട് ഇത്രകാലം ജീവിച്ചിട്ടും അവർക്കൊരു മാറ്റമില്ലല്ലോ, അല്ലെങ്കിൽ ഈ വചനം കേട്ടവ ഇന്നയാൾക്ക് മാനസാന്തരമില്ലല്ലോ, കൂട്ടായ്മ നടത്തിയ ഇന്നയാളുടെ ജീവിതത്തിൽ മാറ്റം വന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെയല്ലേ എന്ന് മറുചോദ്യം പറയുന്നവരാണ് മനുഷ്യരധികവും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലെ ആ മറുചോദ്യങ്ങളാൽ മത്സര ചിന്തകൾ, മത്സരത്തിൻ്റെ ഉത്തരങ്ങൾ കൊണ്ടൊന്നും നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തു ആ രോഗിയായ മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. അവൻ പറഞ്ഞു, എന്നെ ഈ കുളത്തിലാക്കുവാൻ ആരുമില്ല എന്ന്. ദൈവമക്കളെ, ഇന്ന് അനേക മനുഷ്യരും അവരവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നിരാശയുടെ കയത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് ആരുമില്ലല്ലോ എന്ന്, എനിക്ക് സഹായത്തിന് ആരുമില്ലല്ലോ എന്ന്, എനിക്ക് സ്നേഹത്തിൻ്റെ ഒരു വാക്ക് പറയാൻ ആരുമില്ലല്ലോ എന്ന്, എനിക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിത്തരാൻ ആരുമില്ലല്ലോ എന്ന്, ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന്, സ്നേഹത്തിൻ്റെ ഒരു വാക്ക് പറയാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്ന്, എൻ്റെ ഈ രോഗം മാറുന്നില്ലല്ലോ എന്ന്, എൻ്റെ പട്ടിണി മാറുന്നില്ലല്ലോ എന്ന്, എൻ്റെ മക്കളുടെ ഭാവി നന്നാവുന്നില്ലല്ലോ എന്ന്, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നില്ലല്ലോ എന്ന്, എന്നെങ്കിലും എനിക്കൊരു നല്ല കാലം വരുമോ എന്ന് അനേകർ നിരാശയോടെ നെടുവീർപ്പിൻ്റെ കണ്ണുനീരോടെ ജീവിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിരാശപ്പെട്ടിരുന്ന, എനിക്ക് ആരുമില്ലല്ലോ എന്ന് നെടുവീർപ്പിട്ടിരുന്ന, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം അനേകർ സൗഖ്യം പ്രാപിക്കുന്നത് അവൻ കണ്ണാല കണ്ട് ആ കുളക്കരയിൽ കിടന്ന ആ നിരാശനായ മനുഷ്യനോടാണ് യേശുക്രിസ്തു ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഈ തിരുവചനത്തിൻ്റെ കീഴിലിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കീറാമുട്ടി പ്രശ്നങ്ങൾ, നാളുകൾ നാം തുമന്നിട്ടും ഇറക്കി വെക്കാൻ കഴിയാത്ത, ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത, ഒരു സമാധാനം കണ്ടെത്താൻ കഴിയാത്ത, നമ്മെ അഭിമുഖീകരിക്കുന്ന, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത നമ്മുടെ വിഷയങ്ങളെയെല്ലാം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഇറക്കി വെക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഭാരങ്ങൾ ഒപ്പിയെടുക്കുന്ന, നമ്മുടെ വേദനകൾ ഒപ്പിയെടുക്കുന്ന, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റിമറിക്കുന്ന, നമ്മുടെ മുമ്പിൽ പുതുവഴി തുറന്നു വെക്കുന്നവനായ യേശുക്രിസ്തു നമ്മുടെ അരികിലേക്ക് വചനമായി എഴുന്നള്ളി വരികയാണ്. ദൈവമക്കളെ, യേശുക്രിസ്തു നമ്മുടെ അരികിൽ വന്നിട്ടുണ്ട്. അവൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം നമുക്ക് തുറന്നു വയ്ക്കാൻ കഴിയുന്നുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് സഹായിപ്പാൻ ആരുമില്ല, എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല, നാളുകളായി ഞാൻ ഇവിടെ കിടക്കുകയാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ എല്ലാം കർത്താവിനോട് പറഞ്ഞു, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഒരിക്കലും എനിക്ക് ഈ കുളത്തിൽ ഇറങ്ങാൻ കഴിയുകയില്ല എന്ന്. എന്നാൽ കർത്താവ് അവനോട് എന്താണ് പറഞ്ഞത്? കർത്താവ് അവനെ കുളത്തിലിറക്കാമെന്നല്ല പറഞ്ഞത്. ഞാൻ നിന്നെ കുളത്തിലിറക്കാമെന്നല്ല, ഞാൻ നിന്നെ സഹായിക്കാമെന്നല്ല, ഈ കുളം കലങ്ങുന്ന സമയം വരെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്നല്ല കർത്താവ് പറഞ്ഞത്. വായിക്കാം. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാളുകളായി നടന്നിട്ടില്ലാത്ത അനേകർ നടക്കുന്നത് കണ്ട് ആശയോടെ കൗതുകത്തോടെ നോക്കി നിന്ന് കിടന്ന ആ മനുഷ്യനോട് യേശു പറഞ്ഞു, നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് പറയാൻ കഴിയുന്നതല്ല, ആർക്കും പറയാൻ കഴിയുന്നതല്ല. എന്നാൽ അത്ഭുതങ്ങളുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു അവനോട് പറഞ്ഞു, നീ എഴുന്നേൽക്ക, നിന്റെ കിടക്കയെടുത്ത് നീ നടക്ക എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബ്ബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബ്ബത്താകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മനുഷ്യൻ ചിലപ്പോൾ ചിന്തിച്ച് കാണും, ആ കുളക്കരയിൽ കിടന്ന് അനേകർ ചിന്തിച്ച് കാണും, അവൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ചിലപ്പോൾ ചിന്തിച്ച് കാണും, ഇനി ഇവൻ ഒരിക്കലും സൗഖ്യമാകുകയില്ല എന്ന്, ഇവൻ്റെ പ്രതീക്ഷയെല്ലാം അറ്റുപോയി എന്ന്, ഇവനെങ്ങനെ രോഗിയായി കിടന്ന് തീർന്നു പോവുകയുള്ളൂ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയ
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യൗവനക്കാരാ, നിന്റെ ഹൃദയത്തിൽ ഇതുപോലുള്ള നിരാശയുടെ ചിന്തകളുണ്ടോ? എനിക്കിനി ഒരു ഭാവിയുണ്ടോ? എനിക്കിനി ഒരു ഉയർച്ചയുണ്ടോ? എനിക്കിനി ആത്മീയ ജീവിതത്തിൽ ഒരു മുന്നേറ്റമുണ്ടോ? ഞാനിങ്ങനെ നിരാശപ്പെട്ട് പാപത്തിൻ്റെ മേൽ ജയമില്ലാതെ നെടുവീർപ്പിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോവുകയുള്ളൂ എന്ന് നിരാശയോടെയാണ് ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്ക് തോന്നും വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്ന്, വൈകിപ്പോയി എന്ന്. എന്നാൽ ദൈവത്തിലെ യേശു നിന്നെ ഓർപ്പിക്കുകയാണ്, മകനെ, വൈകിപ്പോയിട്ടില്ല, സമയം ഇനിയുമുണ്ട് എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം വൈകിപ്പോയി എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, സീനായ് മലയുടെ ആ മരുഭൂമിയുടെ മലഞ്ചെരുവില് ആട് നോക്കി നടന്ന മോശയെ കുറിച്ച്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, പുറപ്പാട് പുസ്തകത്തില് മോശ ഫറവോന്റെ കൊട്ടാരം വിട്ട്, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന പദവി വിട്ട് എല്ലാം ഉപേക്ഷിച്ച് ദൈവജനത്തോടും ദൈവവേലയോടും ചേരുവാൻ സമർപ്പണമെടുത്തവനായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുണ്ട് ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ അന്ന് മോശയ്ക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ശുശ്രൂഷ പരാജയമായി പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. മോശ ശരിയായ സമർപ്പണമാണ് എടുത്തത്, വിലയേറിയ സമർപ്പണമാണ് എടുത്തത്. മോശ തൻ്റെ ജീവിതത്തിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞത് ചെറുതൊന്നുമായിരുന്നില്ല, കൊട്ടാരമാണ്, രാജപദവിയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഉന്നതമായ പലതും മോശ ചപ്പന്നും ചവറൊന്നും എണ്ണി കൊട്ടാരം വിട്ട് ഇറങ്ങിയതാണെന്നാൽ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ആ ശുശ്രൂഷയിൽ മോശ പരാജയപ്പെട്ടു പോയി എന്നാണ് നാം വായിക്കുന്നത്. ദൈവമക്കളെ, ആ നിരാശയോടെ മോശ ഓടിപ്പോയി. മോശ ദൂരദേശത്ത് വിവാഹസ്ഥനായി പ്രിയപ്പെട്ടവരെ പാർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സീനായ് മലയുടെ ചെരുവില മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സ്തോത്രം 40 കൊല്ലം കഴിഞ്ഞപ്പോൾ, ദൈവമക്കളെ, 40 കൊല്ലം മോശ കൊട്ടാരത്തിൽ പാർത്തു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നാം വായിക്കുന്നുണ്ട്, 40 കൊല്ലം മോശ ആ മരുഭൂമിയിലൂടെ ഭാര്യയോടുകൂടെ ആടുകളോടുകൂടെ എല്ലാം ജീവിച്ച് 40 കൊല്ലം കൂടി കടന്നുപോയി. മനുഷ്യൻ ചിന്തിച്ചാൽ ദൈവമക്കളെ 80 വർഷമായി. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. മോശയുടെ പ്രതീക്ഷയൊക്കെ അറ്റുപോയി കാണില്ലേ? ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട്, മോശയ്ക്ക് വല്ല നിരാശയും വന്നു കാണുമോ എന്ന്. മോശ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ ദൈവമേ, ഞാൻ കൊട്ടാരം വിട്ടതാണല്ലോ, ഫറവോന്റെ മകനെന്ന് വിളിക്കപ്പെടുന്നത് ഞാൻ നിരസിച്ചതാണല്ലോ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നിട്ട് ഞാനും നീ ആടുകളുടെ പിന്നാലെ നടക്കുകയാണല്ലോ എന്ന് ദൈവത്തിൻ്റെ ദാസൻ എപ്പോഴെങ്കിലും നിരാശപ്പെട്ടു പോയിട്ടുണ്ടോ? നമുക്ക് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ മോശയെ തേടി വന്ന കാൽവറിയിലെ സ്നേഹം, ദൈവത്തിൻ്റെ സ്തോത്രം. മോശയ്ക്ക് ചിലപ്പോൾ തോന്നിക്കാണോ, എൻ്റെ ശുശ്രൂഷ തീർന്നു, എൻ്റെ പ്രതീക്ഷയെല്ലാം അറ്റുപോയി, എൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയി, എന്നെ ഇനി ആടുവയ്ക്കാൻ മാത്രമേ കൊള്ളാവൂ എന്ന്. എന്നാൽ ദൈവത്തിലെ ആടുവേച്ച് നിരാശയോടെ നടന്ന മോശ കാണുകയാണ്, മുൾപ്പടർപ്പ് കത്താതെ തീ അരിയുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മോശ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് അവിചാരിതമായി, അപ്രതീക്ഷിതമായി, മോശയുടെ പ്രതീക്ഷകൾക്കെല്ലാം വിരുദ്ധമായി, മോശയുടെ ചിന്താഗതികൾക്ക് വിരുദ്ധമായി ഒരു ശബ്ദം മോശ കേൾക്കുകയാണ്. അതിന്റെ 34-ാമത്തെ വാക്യം വായിക്കാം. മിസ്രൈമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു. സ്വർഗത്തിലെ ദൈവം മോശയോട് പറയാണ്, മോശേ, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു. അവരുടെ ഞരക്കവും ഞാൻ കേട്ടിരിക്കുന്നു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അവിടെ ഒരു വാക്ക് ചേർത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത്? ഇപ്പോൾ വരിക എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. എന്താ പ്രിയപ്പെട്ടവരെ അതിന്റെ അർത്ഥം? നീ ഒരിക്കൽ ഇറങ്ങിയതാ, ഒരിക്കൽ നീ ശുശ്രൂഷ തുടങ്ങിയതാ, ഒരിക്കൽ നീ വേല ഏറ്റെടുത്ത. എന്നാൽ മോശേ, അന്ന് നിന്നെ പരാജയപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്, നിന്നെ ഞാൻ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കുമെന്ന്. ദൈവത്തിലേ, നീ നിരാശയോടെ ഇരിക്കണ്ട, കുമ്പിട്ടിരിക്കണ്ട. മകനെ, പ്രായമായല്ലോ എന്നോർത്ത്, ജരാനരകൾ ബാധിച്ചല്ലോ എന്നോർത്ത്, പ്രതീക്ഷയെല്ലാം മറ്റുപോയല്ലോ എന്നോർത്ത്, എൻ്റെ ആത്മീയ ജീവിതം മുരടിച്ചു പോയല്ലോ എന്നോർത്ത്, അനേകർ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് പ്രതികൂലമായി നിന്നല്ലോ എന്നോർത്ത്, എൻ്റെ ഭാവി അടഞ്ഞു പോയല്ലോ എന്നോർത്ത്, ദൈവത്തിലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദമാണ് നീ കേൾക്കുന്നത്. മോശയെ വിളിച്ച ശബ്ദം. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ നീ വരിക,
വരിക, ഞാൻ നിന്നെ വേലയ്ക്കായി അയക്കുകയാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം നിരാശ പറ്റിയ എൻ്റെ ദൈവത്തിന് സ്തോത്രം, പ്രതീക്ഷകൾ അറ്റുപോയ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്ന യൗവനക്കാരാ, നിനക്കൊരു സ്വപ്നമുണ്ടോ? നിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്? ദൈവത്തിൻ്റെ സ്തോത്രം, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിനക്കിനി ഒരു നല്ല കുടുംബജീവിതമുണ്ടെന്ന്, നിനക്കിനി ഒരു ഭാവിയുണ്ടെന്ന്. യൗവനക്കാരാ, നീ ഒരു ജോലിക്കാരനാകുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. മകനെ, നീ കേട്ടുകൊള്ളുക, നിനക്ക് ശോഭനമായൊരു ഭാവി കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിലെ യേശു ആ രോഗിയോട് ചോദിച്ച ഒന്ന് മാത്രമേ ഉള്ളൂ, നിനക്ക് മനസ്സുണ്ടോ എന്ന്. നിനക്ക് മനസ്സുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളോട് ചോദിക്കുകയാണ്, മകനേ, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? സമാധാനം പ്രാപിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? വീണ്ടും ജന്മം പ്രാപിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? മാനസാന്തരത്തിലേക്ക് വരാൻ നിനക്ക് മനസ്സുണ്ടോ? പാപം വിട്ട് ജീവിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അശുദ്ധിയോട് യാത്ര പറയാൻ നിനക്ക് മനസ്സുണ്ടോ? നാളുകളായി നിന്നെ ബന്ധിച്ചിരിക്കുന്ന ഈ മദ്യപാനത്തെ എറിഞ്ഞുകളയാൻ നിനക്ക് മനസ്സുണ്ടോ? സഹോദര, യേശു നിന്നോട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ എന്ന്. നിനക്ക് മനസ്സുണ്ടോ എന്ന്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. ദൈവമക്കളെ, യേശു അവനെ കുളത്തിലിറക്കിയല്ല സൗഖ്യമാക്കിയത്. യേശു അവനെ പരസഹായത്തോടെയല്ല സൗഖ്യമാക്കിയത്. അധികാരത്തിൻ്റെ സ്വരം, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പിന്നീട് വായിക്കുന്നുണ്ട്, അന്ന് ഒരു ശബത്തായിരുന്നു, അവനെ സൗഖ്യമാക്കിയത് ശബത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അധികാര സ്ഥാനങ്ങൾക്ക് അത് ഇഷ്ടമായില്ല. 5:12 വായിച്ച്. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ അവനോട്, കിടക്കെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ? പ്രിയപ്പെട്ടവരെ, അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അധികാര സ്ഥാനത്തിലുള്ളവർ ചോദിക്കുകയാണ്, നിന്നോട് കിടക്കിടക്ക് നടക്ക എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആരാണെന്ന്. വായിക്കാം. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കയാൽ യേശു മാറിക്കളഞ്ഞുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. യേശു ആ പുരുഷാരത്തിൽ മറഞ്ഞു പോയിരുന്നു. അവന് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയിരുന്നു. അവർ ചോദിച്ചു, നിന്നോട് കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആരാണെന്ന്. അവൻ ശബത്ത് പ്രമാണിക്കാത്തവനാണ്. പ്രിയപ്പെട്ടവരെ, യഹൂദൻ്റെ ഏറ്റവും വലിയൊരു ആചാരമാണ് ശബത്ത്. എന്നാൽ കർത്താവ് ഒരിക്കൽ ചോദിച്ചു, ശബത്തിൽ നിങ്ങളുടെ ഒരു ആട് ഒരു കുഴിയിൽ വീണാൽ അതിനെ നിങ്ങൾ കയറ്റുകയില്ലേ? ദൈവമക്കളെ, യേശുവിനെ തൻ്റെ സൃഷ്ടിയോട് മനസ്സിലുള്ളവനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവൻ പിന്നെ യേശുവിനെ കാണുന്നുണ്ട്. 5:14 വായിക്കാം. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ദൈവമക്കളെ, സൗഖ്യം കൊടുത്തുവിട്ട പലരെയും പിന്നെ കർത്താവ് കണ്ടു എന്ന് രേഖപ്പെടുത്തുന്നത്. ഇവിടെ അവനെ യേശു ദൈവാലയത്തിൽ വെച്ച് കണ്ടു. കർത്താവിനോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന്. ദൈവമക്കളെ, യേശു എന്നും മനുഷ്യനോട് അത് മാത്രമേ പറയുന്നുള്ളൂ. സഹോദര, കർത്താവ് വേറെ ഒന്നും നിന്നോട് ചോദിക്കുന്നില്ല. ഒന്ന് മാത്രം, മകനെ, നിന്റെ പാപത്തോട് യാത്ര പറയാമോ? നിന്റെ പാപവഴികളോട് യാത്ര പറയാമോ? എന്നെ നിന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാമോ? എനിക്ക് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് തുറന്നു തരാമോ? ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ 15-ാമത്തെ വാക്യം കൂടി വായിക്കാം. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിൽ വെച്ച് കർത്താവ് അവനെ കണ്ട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായി ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അവനോട് യഹൂദന്മാരുടെ അടുത്ത് എന്ന് പറഞ്ഞു, എന്നെ സൗഖ്യമാക്കിയത് യേശുവാണെന്ന്. എൻ്റെ ദൈവത്തിന് ദൈവമക്കളെ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്? യേശു എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചുവെന്ന്? യേശു എന്നെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചുവെന്ന്? ഞാൻ നാളുകളായി വലഞ്ഞു പോയിരുന്ന മദ്യപാനത്തിൽ നിന്ന്, അനേക പാപങ്ങളിൽ നിന്ന്, കുടുംബ കലഹത്തിൽ നിന്ന്, തകർന്നു പോയ എൻ്റെ കുടുംബ ബന്ധത്തിൽ നിന്ന്, അതിൽ നിന്നെല്ലാം യേശു എന്നെ വിടുവിച്ചുവെന്ന്, യേശു എനിക്ക് സമാധാനം തന്നുവെന്ന്, യേശു എന്നെ സ്വതന്ത്രനാക്കിയെന്ന്, യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകിയെന്ന്, യേശു എനിക്ക് പാപത്തിൻ്റെ മേൽ ജയം തന്നുവെന്ന്, യേശു നല്ലവനാണെന്ന് പറയാൻ അവൻ എനിക്ക് കൃപ തന്നുവെന്ന്. ദൈവമക്കളെ, നമുക്ക് യേശുവിനെ സാക്ഷിക്കാം. നല്ലവനായ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. പാപത്തോട് നമുക്ക് യാത്ര പറയാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്